പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KSEBയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ അടുത്തു തന്നെയുള്ള KSEB ഓഫീസിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാനുള്ള മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ കേരളത്തിലെ 14 ജില്ലകളിലും വേക്കൻസികൾ വന്നിട്ടുള്ളതും 10ാം ക്ലാസ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളതുമായ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപേക്ഷിക്കാൻ എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതും അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സ് വരെ പറഞ്ഞിട്ടുള്ളതും അർഹരായവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമായ തസ്തിക കൂടിയാണിത്. കേരളത്തിലെ 14 ജില്ലകളിലുമായി 985ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും വേക്കൻസികൾ കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഇതേ തസ്തികയിൽ ഇതിനു മുമ്പ് വന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം 4020ഓളം നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. 43,600 രൂപ വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, ഓരോ ജില്ലയിലെയും വേക്കൻസികളുടെ എണ്ണം, അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള PSC മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂൺ 3 ആണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ശമ്പള സ്കെയിൽ 24,400 രൂപ മുതൽ 43,600 രൂപ വരെയാണ്. ജില്ലാതലത്തിലുള്ള ജനറൽ റിക്രൂട്ട്മെന്റ് ആണിത്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 21/2026 ആണ്. ഇനി ഈ വിജ്ഞാപന പ്രകാരം ഓരോ ജില്ലയിലും വന്നിട്ടുള്ള വേക്കൻസികളുടെ എണ്ണം നോക്കാം. തിരുവനന്തപുരം 101, കൊല്ലം 49, പത്തനംതിട്ട 24, ആലപ്പുഴ 70, കോട്ടയം 64, ഇടുക്കി 96, എറണാകുളം 139, തൃശൂർ 62, പാലക്കാട് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂർ 73, കാസർഗോഡ് 32 എന്നിങ്ങനെ 14 ജില്ലകളിലുമായി 985 വേക്കൻസികളാണ് ഇപ്പോൾ തന്നെ വന്നിട്ടുള്ളത്. കേരള PSC ഈ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനാൽ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഓരോ ജില്ലയിലേക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയായിരിക്കും നിയമനം നടത്തുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1986നും 1/1/2008നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥി SSLC പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തെ സർക്കാർ അംഗീകൃത നാഷണൽ ഓർ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ട ശാരീരിക യോഗ്യതകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ഉയരം പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് 5 അടി 2 ഇഞ്ച്, അതായത് 157.48 സെന്റിമീറ്റർ. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് 4 അടി 9 ഇഞ്ച് ഉയരം ഉണ്ടായിരിക്കണം, അതായത് 144.78 സെന്റിമീറ്റർ. അതുപോലെ തന്നെ കാഴ്ചശക്തി സാധാരണമായിരിക്കണം, വർണ്ണാന്തത ഉണ്ടായിരിക്കാൻ പാടില്ല. പുറം ജോലികൾ ചെയ്യുന്നതിനുള്ള ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ശാരീരിക ക്ഷമതാ പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. OMR ടെസ്റ്റിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ശാരീരിക ക്ഷമതാ പരീക്ഷ നടത്തപ്പെടുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂൺ 3 ആണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് സെലക്ട് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്താൽ ഇതിലേക്ക് എലിജിബിൾ ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പറിന് നേരെയുള്ള ചെക്ക് എലിജിബിലിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാവുന്നതാണ്. കേരള PSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ജൂൺ 3 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.